മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ രശ്മി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റിയും ഈസിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ 1 കിലോ ചിക്കൻ നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം സ്മോക്കി ഫ്ലേവറിനായി ഒരു ചാർക്കോൾ കത്തിച്ചത് ചെറിയ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 15 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 10-12 കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മിക്സ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു ബേ ലീഫും 3 ഏലക്കയും 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്ത മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ചിക്കനൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം 2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെഷ്യൽ രശ്മി ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.